നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 21 വേൾഡ് ഡൗൺ സിൻഡ്രോം ദിനമാണ്. കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ കരുതൽ ഒരുപോലെ ആവശ്യമായ അവസ്ഥയാണ് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോമിനെ കുറിച്ച് കൂടുതൽ അറിയാം, അവരെ ചേർത്ത് നിർത്താം. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനായി ഇന്ന് നമുക്കൊപ്പമുള്ളത് അതായത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് പ്രൊഫസർ ഡോക്ടർ മോഹൻദാസ് നായരാണ്. അദ്ദേഹം മെഡിക്കൽ കോളേജിലെ ജനറ്റിക് ക്ലിനിക്കിൻ്റെ ഫാക്കൽറ്റി ഇൻചാർജ് കൂടിയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. പൊതുവെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഡൗൺ സിൻഡ്രോം. ശരിക്കും എന്താണ് ഈ ഡൗൺ സിൻഡ്രോം? അതുപോലെ തന്നെ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുന്നത്? ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ജനിതക വ്യത്യാസമാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളിലും 46 ക്രോമസോമുകൾ വീതമാണുള്ളത്. അതിൽ ജോഡിയായിട്ടാണ് കാണപ്പെടുക, 23 ജോഡി. അതിൽ 21ാമത്തെ ക്രോമസോം ജോഡിക്ക് പകരം 3 ക്രോമസോം, 2 എണ്ണത്തിന് പകരം 3 എണ്ണം ഉണ്ടാകുന്നൊരവസ്ഥയാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ ഡൗൺ സിൻഡ്രോം എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യമായി ഈ സവിശേഷത ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു ഡോക്ടറുടെ പേരിൽ നിന്നാണ്. അല്ലാതെ ഇംഗ്ലീഷ് വാക്കായ ഡൗൺ എന്ന ആ വാക്കുമായിട്ട് അതിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. തീർച്ചയായും ഡോക്ടർ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ഡൗൺ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? പ്രത്യേകിച്ചും ഈ കുട്ടികളിലൊക്കെ ഈ അവസ്ഥ എങ്ങനെയാണ് നമുക്ക് നേരത്തെ തന്നെ കണ്ടെത്താൻ സാധിക്കുന്നത്? സാധാരണയായി ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ മുഖ ലക്ഷണങ്ങൾ വെച്ചിട്ട് ഒരു പരിചയസമ്പന്നനായ ഡോക്ടർക്ക് ഈ പ്രശ്നം മനസ്സിലാക്കാൻ പറ്റും. മുഖത്ത് പൊതുവേ ഒരു കണ്ണിൻ്റെ ചെരിവ് വെച്ചിട്ടും അതുപോലെ ചെവിയുടെ രൂപം വെച്ചിട്ടും കൈയുടെ വിരലുകളുടെ നീളം, അതുപോലെ കയ്യിലെ ചില രേഖകൾ, അതൊക്കെ വെച്ചിട്ട് കാഴ്ചയിൽ തന്നെ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടോ എന്നുള്ളൊരു സംശയം ആദ്യ ദിവസങ്ങളിൽ തന്നെ ഡോക്ടർമാർക്ക് ഉണ്ടാകാം. കൂടുതൽ പരിശോധനകളിലൂടെയാണ് അത് കൺഫേം ചെയ്യുന്നത്. അതായത് ഒരു ക്രോമസോം പരിശോധനയിലൂടെ 47 ക്രോമസോം ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഗർഭാവസ്ഥയിൽ തന്നെ ഇങ്ങനൊരു അവസ്ഥയുണ്ട് കുട്ടിക്ക് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? അതോ ജനിച്ചതിന് ശേഷം മാത്രമേ ഇത് അറിയാൻ സാധിക്കുള്ളൂ? എങ്ങനെയാണത്? അല്ല, ഗർഭാവസ്ഥയിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. സാധാരണയായി ഏകദേശം ഒരു 800 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിലൊരു കുഞ്ഞ് ഡൗൺ സിൻഡ്രോം എന്ന അവസ്ഥയോടു കൂടിയാണ് ജനിക്കുന്നത്. അപ്പോൾ ആ ഒരു സാധ്യത അമ്മയുടെ പ്രായവുമായിട്ടും കൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു 35 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ ഗർഭിണിയാവുന്ന ഒരു സ്ത്രീക്ക് ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുഞ്ഞ് ജനിക്കാനുള്ള സാധ്യത താരതമ്യേന പ്രായം കുറഞ്ഞ അമ്മമാരെ അപേക്ഷിച്ച് കൂടുതലാണ്. എങ്കിൽ പോലും നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ കുട്ടികൾ ജനിക്കുന്നതിലൊരു 95% 35 വയസ്സിൽ താഴെയുള്ള അമ്മമാർക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ആകെ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളിൽ ഒരു 80% ജനിക്കുന്നത് 35 വയസ്സിൽ താഴെയുള്ള അമ്മമാർക്കാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ അമ്മമാരും, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന എല്ലാ സ്ത്രീകളും അതിനുള്ള സ്ക്രീനിങ് പരിശോധനകളുണ്ട്, അതിന് വിധേയരാകേണ്ടി വരും. സ്ക്രീനിങ് പരിശോധന എന്ന് പറയുന്നത് ആദ്യത്തെ ആഴ്ചകളിൽ ഏകദേശം ഒരു 10-12 ആഴ്ച, ഗർഭിണിയായി 10-12 ആഴ്ച ആകുമ്പോഴത്തേക്കും ചെയ്യുന്ന ഒരു രക്തപരിശോധനയും ഒരു അൾട്രാസൗണ്ട് സ്കാനും ചേർത്തിട്ടാണ്. ഇത് രണ്ടും കൂടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ആ സ്ക്രീനിങ് വഴി ഉള്ളിലുള്ള കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റില്ല, പക്ഷേ ഡൗൺ സിൻഡ്രോം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണോ എന്നറിയാം. സാധ്യത കൂടുതലാണെന്ന് കണ്ടാൽ നമുക്ക് അത് കൺഫേം ചെയ്യാനുള്ള 100% ഉറപ്പായിട്ടും കുഞ്ഞിന് ആ പ്രശ്നമുണ്ടോ എന്നറിയാനുള്ള പരിശോധന, അത് ആംനിയോസെൻറ്റസിസ്, അതായത് ഗർഭപാത്രത്തിൽ നിന്നുള്ള ഒരു ഫ്ലൂയിഡ്, ആംനിയോട്ടിക് ഫ്ലൂയിഡ് കുത്തിയെടുത്ത് അതിൽ നിന്ന് കുഞ്ഞിൻ്റെ കോശങ്ങൾ വേർതിരിച്ച് അതിൻ്റെ ക്രോമസോം ഘടന കണ്ടുപിടിക്കേണ്ടി വരും. അല്ലെങ്കിൽ കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് എന്ന് പറയും. അതായത് മറുപിള്ളയുടെ ചെറിയൊരു ഭാഗം എടുത്തിട്ട് ഇതേ രീതിയിലുള്ള പരിശോധനകൾ ചെയ്യേണ്ടി വരും. കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് സാധാരണ ഒരു 12 ആഴ്ചയോട് കൂടിയാണ് ചെയ്യുന്നത്. ആംനിയോസെൻറ്റസിസ് ഏകദേശം ഒരു 16 ആഴ്ചയോട് കൂടിയാണ് ചെയ്യുന്നത്.
ഈ ടെസ്റ്റുകൾ വഴി നമുക്ക് 100% ഉറപ്പായിട്ടും ഡൗൺ സിൻഡ്രോം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. ശരി, വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് അതായത് ഇപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു, ഇപ്പോൾ ഗർഭാവസ്ഥയിലാണെങ്കിലും അല്ലെങ്കിൽ കുട്ടി ജനിച്ചതിന് ശേഷമാണെങ്കിലും നമ്മളത് തിരിച്ചറിഞ്ഞാൽ അതിന് നമുക്ക് എങ്ങനെയാണ് തടയാൻ, ഇപ്പോൾ ഗർഭാവസ്ഥയിലാണെങ്കിൽ നമുക്ക് തടയാൻ സാധിക്കുമോ? അതുപോലെ തന്നെ ഇപ്പോൾ ഡെലിവറിക്ക് ശേഷമാണ് എങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് അതിൻ്റെ ഒരു ചികിത്സാ രീതികളും ഒക്കെ വരുന്നത്? അതായത് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഗർഭിണികളും ഈ ഒരു പരിശോധനയ്ക്ക് വിധേയരാകണമെന്ന് പറയുമ്പോൾ ആ ഒരു കപ്പിളിൻ്റെ, ആ ഒരു ദമ്പതികളുടെ പ്ലാൻ എന്താണെന്നും കൂടെ നമ്മൾ അറിയണം. ഇന്നിപ്പോൾ ഞാനൊരു ഡൗൺ സിൻഡ്രോം ദിനത്തോടനുബന്ധിച്ചിട്ടുള്ളൊരു പരിപാടിയിൽ സംബന്ധിച്ച് വരികയാണ്. അതിലൊരു 10-20 കുട്ടികൾ, ഡൗൺ സിൻഡ്രോമുള്ള കുട്ടികളും അവരുടെ രക്ഷിതാക്കളും സംബന്ധിക്കുകയുണ്ടായി. അപ്പോൾ അവരെല്ലാവരും അവരുടെ കുട്ടികളെ പറ്റി ഓർത്ത് അഭിമാനിക്കുന്നു. ഈ കുട്ടികൾ വളരെ നല്ല കുട്ടികളാണെന്നും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ഗർഭാവസ്ഥയിൽ തന്നെ അറിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും ഒരു ചികിത്സ ചെയ്ത് അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. ആ ഒരു പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണോ അതോ അബോർട്ട് ചെയ്യണോ, അലസിപ്പിക്കണോ എന്നുള്ള തീരുമാനം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ദമ്പതികളുടെ പ്ലാൻ എന്താണെന്നുള്ളത് അറിഞ്ഞിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഡൗൺ സിൻഡ്രോം ഉണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ആണ് അവർക്ക് കൊടുക്കുക. പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ അതോ അബോർഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. തീർച്ചയായും ഡോക്ടർ, മറ്റൊരു കാര്യം നമുക്കറിയാം, ഈ കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ പലപ്പോഴും പല ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കൽ ഉണ്ടാകും. ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും ഡോക്ടർ അവർ പ്രധാനമായും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഈ ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ? ഡൗൺ സിൻഡ്രോമുള്ള കുഞ്ഞുങ്ങൾക്ക് ജനന സമയത്ത് ആദ്യ ദിനങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4-5% പേർക്കും അവരുടെ ഇൻറ്റസ്റ്റൈൻ, കുടലിനകത്തുള്ള തടസ്സങ്ങൾ, ഡിയോഡിനൽ അട്രീസിയ, ജജനൽ അട്രീസിയ എന്നൊക്കെ പറയുന്ന കുടലിനകത്തുള്ള ജന്മനായുള്ള തടസ്സങ്ങളുണ്ടാവാം. അതേപോലെ തന്നെ മലം പുറത്തേക്ക് പോകുന്നതിനുള്ള തടസ്സം, ഹെർഷ്പ്രങ് ഡിസീസ് എന്നുള്ള, അപ്പോൾ അതൊക്കെ ചില സർജറികൾ വഴി നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൂടാതെ ഏകദേശം ഒരു 40% കുട്ടികൾക്ക് ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങളുണ്ടാവും. അതിൽ ഭൂരിഭാഗവും തനിയെ ശരിയാവുന്ന, കുഞ്ഞ് വളർന്നു വരുമ്പോഴത്തേക്കും മാറി വരുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും. എങ്കിലും നല്ലൊരു ശതമാനം കുട്ടികൾക്ക് അത് സർജറി വഴി കറക്റ്റ് ചെയ്യേണ്ട ആവശ്യവും വന്നേക്കും. അതുകൂടാതെ ഏകദേശം ഒരു 5% കുട്ടികൾക്ക് ജനിക്കുമ്പോൾ തന്നെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവുണ്ടാവാം. അതുകൊണ്ട് തന്നെ എല്ലാ കുഞ്ഞുങ്ങളെയും ജനിച്ച ഉടനെ തന്നെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവുണ്ടോ എന്ന് പരിശോധിക്കും. അതിൻ്റെ കുറവുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ വളരെ എളുപ്പത്തിൽ തന്നെ മരുന്നുകൾ വഴി നമുക്ക് ചികിത്സിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്കറിയാലോ, ഈ കുട്ടികളുടെ ബുദ്ധിവികാസം മറ്റ് കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കുറച്ച് പിന്നിലോട്ടേക്കായിരിക്കും. കാര്യങ്ങൾ പഠിച്ചെടുക്കാനും അതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്തു തുടങ്ങാനും, കഴുത്തുറക്കുക, ഇരിക്കുക, നടക്കുക, സംസാരിക്കുക, ഇതെല്ലാം തന്നെ മറ്റ് കുട്ടികളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വൈകിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് ആദ്യമേ കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഏർലി ഇൻ്റർവെൻഷൻ, അതായത് വളരെ തുടക്കത്തിൽ തന്നെയുള്ള ഇടപെടലുകൾ വേണമെന്നുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. നമുക്കറിയാം, നമ്മൾ നോർമൽ എന്ന് വിശേഷിപ്പിക്കുന്ന കുട്ടികളിൽ അല്ലെങ്കിൽ വ്യക്തികളിൽ അവരുടെ തലച്ചോറിൻ്റെ എല്ലാ ഭാഗങ്ങളെയും പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുന്നൊന്നുമില്ല. അവരുടെ ശരിക്കും അവർക്ക് നേടിയെത്താവുന്ന ഒരു പൊട്ടൻഷ്യൽ അതിലും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്കും അവർക്ക് പരമാവധി എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യലുണ്ട്. ആ ഒരു അളവിലേക്ക് അവരെത്താനായിട്ട് ഈ നേരത്തെയുള്ള ഇടപെടലുകൾ സഹായിക്കും. അപ്പോൾ കാര്യങ്ങൾ ചെയ്തു വരാൻ വൈകുക, ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ സബ്നോർമാലിറ്റി ഇങ്ങനെയുള്ളൊരു പ്രശ്നം കൂടെ ഡൗൺ സിൻഡ്രോമുള്ള കുട്ടികൾക്ക് കണ്ടുവരാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ, ഇവർക്ക് മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ വേണ്ടി വരും. ഇത് സ്ഥിരമായിട്ട് നമുക്ക് ഈ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ കൊടുക്കേണ്ടി വരുമോ ഇവർക്ക്? അത് ഏത് പ്രായം വരെ കൊടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ? സാധാരണയായിട്ട് ജനിച്ച ഉടനെ തന്നെ നമ്മൾ ഈ കുട്ടികളുടെ കേൾവി ശക്തി പരിശോധിക്കും. അത് ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിൽ ഇന്ന് ജനിക്കുന്ന എല്ലാ കുട്ടികളുടെയും കേൾവി ശക്തി പരിശോധിക്കുന്നുണ്ട്. ഡൗൺ സിൻഡ്രോം ഉള്ളൊരു കുഞ്ഞിനെ സംബന്ധിച്ച് അത് കുറച്ചുകൂടെ പ്രധാനമാണെന്ന് മാത്രം. കാരണം ഒരു 5% പേർക്ക് ജന്മന കേൾവിക്കുറവുണ്ടാവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നേരത്തെയുള്ള ഇടപെടലുകൾ,
അതിൽ ഏറ്റവും പ്രധാനം കുഞ്ഞിൻ്റെ ഈ പഞ്ചേന്ദ്രിയങ്ങളെ പ്രചോദിപ്പിക്കുക അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കുഞ്ഞിന് നന്നായിട്ട് കാണാൻ പറ്റണം, കേൾക്കാൻ പറ്റണം, തൊട്ടറിയാനുള്ള കഴിവുകൾ. അപ്പോൾ അതൊക്കെ കാഴ്ചയും കേൾവിയും ഉറപ്പുവരുത്താനുള്ള ടെസ്റ്റുകൾ ജനിച്ച് ഏതാനും കേൾവി ആദ്യം തന്നെ ചെയ്യും. കാഴ്ചയുടെ പരിശോധന ആദ്യത്തെ മാസം തന്നെ സാധാരണ ചെയ്യാറുണ്ട്. അപ്പോൾ ചില കുട്ടികൾക്ക് കണ്ണിൽ തിമിരം ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ നമുക്ക് ശരിപ്പെടുത്തിയെടുക്കാവുന്നതാണ്. അതുമാത്രമല്ല, ഈ ജന്മനാ കേൾവിശക്തി നോർമലായിട്ടുള്ള കുട്ടിയാണെങ്കിൽ പോലും അവർക്ക് വളർന്നു വരുമ്പോഴത്തേക്കും ചെവിയിൽ വരുന്നൊരു നീർക്കെട്ട് മൂലം കേൾവിക്കുറവുണ്ടാവാം. അതുകൊണ്ട് തന്നെ കുഞ്ഞ് നന്നായിട്ട് സംസാരിച്ച് തുടങ്ങുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ചെവിയിൽ നീർക്കെട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. അത് ഉണ്ടെന്ന് കണ്ടാലും അതിന് നമുക്ക് മരുന്ന് വഴിയോ അല്ലെങ്കിൽ ചെറിയ ചില പ്രൊസീജിയറുകൾ വഴിയോ മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് പരിശോധനകൾ, അതായത് കാഴ്ച, കേൾവി ജനിച്ച് ആദ്യ ദിവസങ്ങളിൽ തന്നെ ചെയ്യുന്നു. പിന്നെ തൈറോയ്ഡ് പരിശോധന ജനിച്ച ഉടനെ ചെയ്യും. ജനിച്ച ഉടനെ നോർമൽ ആണെങ്കിൽ പോലും 6 മാസത്തിലും 1 വയസ്സിലും പിന്നെ അങ്ങോട്ട് വർഷം തോറും തൈറോയ്ഡ് പരിശോധനകൾ ചെയ്യും. കാരണം തുടക്കത്തിൽ നോർമൽ ആണെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ തൈറോയ്ഡിൻ്റെ കുറവുണ്ടാവാം, തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവുണ്ടാവാം. അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ ചികിത്സിക്കാനും പറ്റും. പിന്നെ ഒരു തവണ എല്ലാ കുട്ടികൾക്കും എക്കോ കാർഡിയോഗ്രാം, അതായത് ഹൃദയത്തിന് ജന്മനായുള്ള വൈകല്യങ്ങളുണ്ടോ എന്ന് നോക്കാനുള്ള ടെസ്റ്റ് ചെയ്യും. അത് ഒരു തവണ നോർമലാണെന്ന് കണ്ടാൽ വീണ്ടും വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. തകരാറുണ്ടെന്ന് കണ്ടാൽ അതിൻ്റെ എന്താണ് അതിൽ മാറ്റം വരുന്നത്, ഓപ്പറേഷൻ പെട്ടെന്ന് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ടുള്ള തുടർ പരിശോധനകൾ വേണ്ടിവരും. പിന്നെ ഈ കുട്ടികൾ പൊതുവേ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ഉയരക്കുറവുണ്ടാവും. അപ്പോൾ അവരുടെ ഉയരം നമ്മൾ 6 മാസം കൂടുമ്പോഴെങ്കിലും അളന്ന് അടയാളപ്പെടുത്തി ഒരു ഗ്രോത്ത് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതുപോലെ അവരുടെ ഡെവലപ്മെൻറ്റൽ സ്ക്രീനിങ്, ഓരോ വളർച്ചയുടെ ഓരോ മൈൽ സ്റ്റോൺസ് എന്ന് പറയും, ഓരോ കാര്യങ്ങളും അവർ നേടിയെടുക്കുന്ന പ്രായം കൃത്യമായിട്ട് നമുക്ക് നോക്കണം. അതിനനുസരിച്ചിട്ട് വേണം അവർക്കുള്ള തെറാപ്പിയും മറ്റ് നേരത്തെയുള്ള ഇടപെടലുകളൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ടുള്ളത്. ഡോക്ടർ, നമുക്കൊരു കോളുണ്ട്. വൈക്കത്ത് നിന്നും ഷാനിയാണ്. ഷാനി, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ. ഹലോ, പറയൂ. ഹലോ ഡോക്ടർ. ഷാനി, ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഈ അസുഖമുള്ള കുഞ്ഞുങ്ങള് നേരത്തെ ജനിക്കും, 6 മാസം ആകുമ്പോഴൊക്കെ? ഇല്ല, അങ്ങനെയില്ല. മറ്റേതൊരു കുഞ്ഞും നേരത്തെ ജനിക്കാനുള്ള ഒരു സാധ്യതയുള്ളതുപോലെ മാത്രമേ ഡൗൺ സിൻഡ്രോം ഉള്ളൊരു കുഞ്ഞിനും ഉള്ളൂ. വ്യക്തമാണോ ഷാനി? ഡൗൺ സിൻഡ്രോം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നേരത്തെ ജനിക്കാനുള്ള സാധ്യതയില്ല. ശരി, ഷാനിക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയായാലും ഡോക്ടർ നേരത്തെ പറഞ്ഞില്ല, അതായത് നമുക്ക് സാധാരണ മക്കളെക്കാട്ടിലും ഈ കുഞ്ഞുങ്ങൾ കുറച്ചും കൂടി വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങും അത്തരത്തിലായിരിക്കണം. ഏതൊക്കെ തരത്തിലുള്ള ട്രെയിനിങ് പരിപാടികൾ അല്ലെങ്കിൽ പരിശീലന രീതികളാണ് ഇവർക്ക് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്? ഒപ്പം കുട്ടികൾക്കൊപ്പം തന്നെ മാതാപിതാക്കൾക്കും അത്തരത്തിലുള്ള പരിശീലനങ്ങൾ കൊടുക്കേണ്ടതില്ലേ? എങ്ങനെയാണ്? ആദ്യം ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് മനസ്സിലായാൽ അത് മാതാപിതാക്കളെ അറിയിക്കുക എന്നുള്ളത് വളരെ വിഷമം പിടിച്ചൊരു സമയമാണ്. എങ്കിൽ പോലും ഈ മാതാപിതാക്കളുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കുഞ്ഞിൻ്റെ തുടർന്നുള്ള ബുദ്ധിവികാസത്തിനും മറ്റോരോ കാര്യങ്ങൾക്കും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രതീക്ഷ കൊടുത്തും കൊണ്ടുള്ള രീതിയിലാണ് അവരോട് എപ്പോഴും നമ്മൾ സംസാരിക്കാറുള്ളത്. ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ ബുദ്ധിമാന്ദ്യം ഉള്ള ഒരു അവസ്ഥയല്ല. അത്യാവശ്യം നമ്മൾ പറയുമല്ലോ ട്രെയിനബിൾ, അവരെ പല കാര്യങ്ങളും നമുക്ക് ട്രെയിൻ ചെയ്ത് പരിശീലിപ്പിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള താരതമ്യേന ലഘുവായ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും മാതാപിതാക്കളുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇതിൽ വളരെ പ്രധാനമാണ്. അപ്പോൾ മാതാപിതാക്കളോട് നമ്മൾ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ നമുക്കറിയാം ഈ കുഞ്ഞ് കാര്യങ്ങൾ ചെയ്തു വരാൻ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സമയമെടുക്കുന്നുള്ളത്. അപ്പോൾ അവർ ആ കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വികാസത്തിന് വേണ്ടിയിട്ട് കൂടുതൽ കാണാനും കേൾക്കാനും തൊട്ടറിയാനും ഒക്കെയുള്ള അവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കാനായിട്ട് മാതാപിതാക്കളോട് ഉപദേശിക്കും.
കുഞ്ഞ് ഉണർന്നിരിക്കുന്ന സമയത്ത് മുഴുവനും ആരെങ്കിലും കുഞ്ഞിൻ്റെ അടുത്ത് ഉണ്ടാവണമെന്നും കുഞ്ഞിനോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണമെന്നും കുഞ്ഞിന് പലതരത്തിലുള്ള കാര്യങ്ങൾ കണ്ണിന് മുന്നിൽ കാണിച്ചു കൊടുക്കണമെന്നും പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേൾപ്പിച്ചു കൊടുക്കണമെന്നും പലതരത്തിൽ കുഞ്ഞിൻ്റെ ദേഹത്ത് തൊട്ടിട്ട് പലതരത്തിലുള്ള ടച്ച് സെൻസേഷൻ കുഞ്ഞിന് അനുഭവിച്ചറിയാൻ അവസരം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് ആദ്യത്തിൽ പറയുക. ആദ്യത്തെ കുറച്ച് നാൾ മാതാപിതാക്കൾ തന്നെയാണ് ഏറ്റവും നന്നായിട്ട് തെറാപ്പി ചെയ്യാൻ പറ്റുന്നവർ. അതോടൊപ്പം ഞാൻ പറഞ്ഞതുപോലെ കാഴ്ച കേൾവി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം നമ്മൾ സാധാരണ ഇങ്ങനൊരു പ്രശ്നമുള്ള കുട്ടിയെ കണ്ടാൽ ഏറ്റവും അടുത്തുള്ള റീജിയണൽ ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്ററിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്ററിലോ അയക്കും. അപ്പോൾ അവിടെ ഇങ്ങനെ വിവിധ തരത്തിലുള്ള തെറാപ്പിസ്റ്റുകൾ ഉണ്ട്. ഉദാഹരണത്തിന് ഫിസിയോതെറാപ്പി, ഓക്യുപ്പേഷണൽ തെറാപ്പി, ഡെവലപ്മെൻ്റൽ തെറാപ്പി, അങ്ങനെയുള്ള പലതരത്തിലുള്ള തെറാപ്പികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പലതും ഈ കുഞ്ഞിന് വേണ്ടി വരും. അപ്പോൾ അത് തുടക്കത്തിൽ എല്ലാ ദിവസവും തെറാപ്പിക്കൊക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ കൂടുതൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഇൻഫെക്ഷൻസൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതുപോലെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറയുക ചെയ്യാം. ക്രമേണ കുഞ്ഞ് ഓരോ മൈൽ സ്റ്റോൺസും നേടിയെടുക്കുന്നതിനനുസരിച്ചിട്ട് തെറാപ്പിയിൽ വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തും. അതോടൊപ്പം തന്നെ ഈ കുട്ടികളെ ഒരു വല്ലാതെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാതെ അവരുടെ സ്വഭാവം രൂപപ്പെടുത്തിയെടുക്കുന്നതിനും മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുറച്ചുകൂടെ വലുതാവുമ്പോഴത്തേക്കും കുട്ടി അവരുടെ ഒരു പ്രശ്നം അതിന് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോൾ അത് മുതലെടുക്കാനൊക്കെ ശ്രമിക്കും. കൂടുതൽ പിടിവാശിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആവാതെ പാരൻസ് കുറച്ച് സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ള തരത്തിലും പറയാറുണ്ട്. അപ്പോൾ ഓരോ സമയത്തും ഏത് രീതിയിലുള്ള തെറാപ്പിയാണ് വേണ്ടത്. അതുപോലെ സംസാരിക്കാനായിട്ടൊക്കെയുള്ള കൂടുതൽ ഇത് വേണ്ടി വരും. സ്പീച്ച് തെറാപ്പി വേണ്ടി വരും. അത് പക്ഷേ ഒരു തെറാപ്പിസ്റ്റിന് പലപ്പോഴും ഒരു സ്പീച്ച് തെറാപ്പി തുടങ്ങണമെങ്കിൽ 2 വയസ്സൊക്കെ ആവേണ്ടി വരും. അതുവരെയുള്ള സമയത്ത് മാതാപിതാക്കൾ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാൾക്കാരുടെ ഇടപെടലുകളായിരിക്കും ഏറ്റവും നന്നാവുക. അതുകൂടാതെ മറ്റെല്ലാ കുട്ടികൾക്കും ചെയ്യുന്നത് പോലെ ഭക്ഷണക്രമവും അതുപോലെ പ്രതിരോധ കുത്തിവയ്പ്പുകളും എല്ലാം മറ്റെല്ലാ കുട്ടികളെയും പോലെ തന്നെ ഈ കുട്ടികൾക്കും ആവശ്യമാണ്. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്. ഡോക്ടർ, നമുക്ക് അതായത് ഈ കുട്ടികൾക്കൊക്കെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ലഭിക്കുക? അതായത് പല പേരൻസിനും ഈ ഒരു സംശയം ഉണ്ടാകും, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ സർക്കാരിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സംശയങ്ങളുണ്ടായിരിക്കും. എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് സാധാരണ രീതിയിൽ മെഡിക്കൽ ബോർഡ് ചേർന്നിട്ടാണ് നൽകുന്നത്. മെഡിക്കൽ ബോർഡ് അതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സാണ്, ഒറ്റൊരു ഡോക്ടറല്ല കൊടുക്കുക. അതിൽ പീഡിയാട്രീഷ്യൻ ഉണ്ടാവും, അതുപോലെ ഫിസിക്കൽ മെഡിസിനിലുള്ള ഡോക്ടർ ഉണ്ടാവും, ENT, ഒഫ്താൽമോളജി, അങ്ങനെ പല വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാരും ചേർന്നിട്ടുള്ള ഒരു മെഡിക്കൽ ബോർഡാണ് അത് നൽകുന്നത്. അപ്പോൾ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു അപേക്ഷ ആശുപത്രിയിൽ ഈ ഡിസബിലിറ്റി ബോർഡുള്ള ആശുപത്രിയിലുള്ള സൂപ്രണ്ടിന് നൽകുകയാണ് വേണ്ടത്. ജില്ലാ ആശുപത്രികളിൽ ഡിസബിലിറ്റി ബോർഡുണ്ട്, മെഡിക്കൽ കോളേജുകളിലുണ്ട്, ചില താലൂക്ക് ആശുപത്രികളിലുണ്ട്. അപ്പോൾ അവിടെ ഒരു അപേക്ഷ കൊടുക്കുക. അപ്പോൾ ബോർഡ് കൂടുന്ന ദിവസം അവരെ അറിയിക്കും. ആ ബോർഡിന് മുമ്പാകെ കുഞ്ഞുമായിട്ട് വരണം. അതിനു മുമ്പ് തന്നെ ഈ കുട്ടികൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതിനുള്ള വ്യക്തമായ പരിശോധനാ റിപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ വളരെ സൗകര്യമായിരിക്കും. ഉദാഹരണത്തിന് ഡൗൺ സിൻഡ്രോം എന്ന ഒരു പ്രശ്നം മാത്രം വെച്ച് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവർക്ക് എത്രമാത്രം അവരുടെ IQ, ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എത്രയാണ്. അപ്പോൾ ഏകദേശം ഒരു 5 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമുക്ക് IQ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് എത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ ഗുരുതരമായ മറ്റ് പ്രശ്നങ്ങളുണ്ടോ. ചില കുട്ടികൾക്ക് അപസ്മാരം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുള്ള വ്യക്തമായ ചികിത്സാ രേഖകളുമായിട്ട് മെഡിക്കൽ ബോർഡിൽ വന്നു കഴിഞ്ഞാലാണ് സാധാരണ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുക. അപ്പോൾ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ല, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്. അതെ. അപ്പോൾ ആ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഓരോ വ്യക്തിക്കും, ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും ഉള്ള ആനുകൂല്യങ്ങളുണ്ട് പലതരത്തിലുള്ള. ഉദാഹരണത്തിന് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴുള്ള കൺസെഷൻ ആയാലും, ആശുപത്രികളിലുള്ള പ്രിവിലേജ് ആയാലും, അല്ലെങ്കിൽ വളരെ ഡിസബിലിറ്റിയുള്ള കുട്ടികളെ
നോക്കുന്ന പാരൻറ്റിനുള്ള പെൻഷൻ സ്കീമുകളായാലും അങ്ങനെ അവർക്ക് വേണ്ടുന്ന മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലായാലും അതുപോലെ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ചുള്ള ചില സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വരുന്ന ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾക്കും ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യം വരും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഡൗൺ സിൻഡ്രോമുള്ള എല്ലാ കുട്ടികൾക്കും ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നേടിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡോക്ടർ, എന്തായാലും ഇന്നിപ്പോൾ വേൾഡ് ഡൗൺ സിൻഡ്രോം ദിനമല്ലേ, ഈ ഒരു വർഷത്തെ തീം എങ്ങനെയാണ്? ഈ വർഷത്തെ തീം നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷമായിട്ട് പല പല തീമുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പ്രധാനമായിട്ട് വരുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇൻക്ലൂഷൻ എന്നുള്ളതാണ്. അതായത് ഈ ഡൗൺ സിൻഡ്രോമുള്ള കുട്ടികളെ നമ്മളിൽ ഒരാളായി കണക്കാക്കുക എന്നുള്ളതാണ്. അത് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളൊരു സൗജന്യം ചെയ്തു കൊടുക്കുന്ന പോലെയുള്ള ഒരു തോന്നലാണ് ഉണ്ടാവുക. നമ്മൾ എന്തോ ഒരു അവരോടൊരു കാരുണ്യം അല്ലെങ്കിൽ ഒരു സൗജന്യം ചെയ്തു കൊടുക്കുക, അങ്ങനെയല്ല വേണ്ടത്. അത് വളരെ സ്വാഭാവികമായിട്ട് നടക്കണം. അത് ചെയ്യുന്ന ആൾക്കാർ ഒരു സൗജന്യം ചെയ്തു എന്ന് തോന്നാനും പാടില്ല. ആ ഒരു കാര്യം സ്വീകരിക്കുന്നവർക്കും അങ്ങനെ ഒരു പ്രശ്നം തോന്നാൻ പാടില്ല. പലപ്പോഴും എനിക്കൊരു ഉദാഹരണം തോന്നിയിരിക്കുന്നത്, പക്ഷികളൊക്കെ ആകാശത്ത് പറക്കുമല്ലോ കൂട്ടമായിട്ട്. അപ്പോൾ അങ്ങനെ കൂട്ടമായിട്ട് പറക്കുന്ന പക്ഷികൾ പലപ്പോഴും ഒരു വി ആകൃതിയിലാണ് പറക്കുന്നത് കാണുക. അത് അന്തരീക്ഷത്തിലുള്ള ആ ഒരു റെസിസ്റ്റൻസ് അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൊതുവെ ഏറ്റവും മുന്നിൽ പറക്കുന്ന പക്ഷിക്കായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുക. ഏറ്റവും ബുദ്ധിമുട്ട് കുറവുണ്ടാവുക ആ മുന്നിൽ പറക്കുന്ന പക്ഷിയുടെ ഏതാനും കുറച്ച് പിറകിലായിട്ട് പറക്കുന്ന ആ വീയുടെ മുന്നിൽ പറക്കുന്ന പക്ഷിയുടെ ബാക്കിലുള്ള. അപ്പോൾ പൊതുവേ പറയുന്നത് വെച്ചാൽ ആ കൂട്ടത്തിലുള്ള പൊതുവേ വീക്കായിട്ടുള്ള പക്ഷികൾ ആ ഒരു പൊസിഷൻ സ്വാഭാവികമായും ആ പൊസിഷനിൽ എത്തിച്ചേരുന്നതാണ് പറയുന്നത്. അത് ആ പറക്കുന്ന പക്ഷികൾ ആരും തന്നെ അറിയുന്നില്ല. പക്ഷേ മറ്റ് വീക്കായിട്ടുള്ള പക്ഷിയെ പറക്കാനായിട്ട് ബാക്കി എല്ലാ പക്ഷികളും സഹായിക്കുന്നുണ്ട്. ആ സഹായിക്കുന്നവരോ സഹായം സ്വീകരിക്കുന്നവരോ അതറിയുന്നുമില്ല. അതുപോലെ തന്നെ ഈ കുട്ടികൾക്കും കുറേയേറെ സഹായങ്ങൾ ആവശ്യമുണ്ട്. പക്ഷേ അതൊരു വലിയൊരു സഹായം ചെയ്തു കൊടുക്കുന്ന പോലെ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളുമല്ല. ഒരു തവണത്തെ തീം അങ്ങനെയായിരുന്നു. അതായത് ഇൻക്ലൂഡ് അസ്, നോട്ട് ഫോർ അസ് എന്നുള്ളതാണ്. അതായത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങളെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ. അതെ ഡോക്ടർ, എന്തായാലും വളരെ വ്യക്തമാണ്. നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ തന്നെ ഇത് മനസ്സിലായിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കുന്നു. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ഹലോ ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.